ഈ റെഡ് വോളണ്ടിയർ മാർച്ച് പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇവരിൽ എത്ര ആളുകൾക്ക് ആ സമ്മേളന നഗരിയിലേക്ക് കടക്കാനാകുമെന്നുള്ളതാണ് ഈ നിമിഷത്തെ ഏറ്റവും വലിയ കൗതുകം. കാരണം മുൻകൂട്ടി തയ്യാറാക്കിയ കണക്കുകളെയും പ്രതീക്ഷകളെയും ഒക്കെ മാറ്റിമറിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ആ സമ്മേളന നഗരിയെ ഇതിനോടകം തന്നെ കീഴടക്കിയിട്ടുണ്ട്. അസത തീർച്ചയായിട്ടും 25,000 പേരെന്നാണ് തുടക്കത്തിൽ പറഞ്ഞതെങ്കിൽ അതെല്ലാം കഴിഞ്ഞ് 1,00,000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന മഹാമാർച്ചാണ്, റെഡ് വാളണ്ടിയർ മാർച്ചാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സമ്മേളന നഗരി, പൊതുസമ്മേളന നഗരി ഇതിനോടകം തന്നെ നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാർച്ച് അങ്ങോട്ടേക്ക് എത്തിച്ചേരുമ്പോൾ ഇതിലെത്ര പേർക്ക് സമ്മേളന നഗരിയിലേക്ക് കടക്കാൻ കഴിയുമെന്നത് അത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അത്രത്തോളം ആളുകളെ കൊണ്ട് നിറയുന്ന കാഴ്ച CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന്റെ സമാപന സമ്മേളനത്തിൽ അത്രത്തോളം ആളുകൾ നിറയുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ വിപ്ലവ ആവേശം അതിൻ്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്നതാണ് നമുക്ക് ഈ മധുരയിൽ കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ഒരു ആംബുലൻസിന് പോകാൻ വേണ്ടി സൈഡ് കൊടുത്തതാണ് ഒരു നിമിഷത്തേക്കൊന്ന് നിർത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ തന്നെ വീണ്ടും അത് തുടങ്ങും. ഇതാ നോക്കൂ, ഈ പ്ലക്കാർഡുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓരോരുത്തരുടെ ധീര രക്തസാക്ഷികളുടെ പേരിലുള്ള ബറ്റാലിയനാണ്. ഭഗത് സിംഗ് ബറ്റാലിയന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ പി രാമമൂർത്തി ബറ്റാലിയൻ കാണാൻ കഴിയുന്നു, തൂക്കുമേടെ ബാലു ബറ്റാലിയൻ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. അങ്ങനെ ഓരോരുത്തരുടെ പേരിലുള്ള ബറ്റാലിയന്റെ പ്ലക്കാർഡുകൾ എന്തിയാണെങ്കിൽ പ്ലറ്റൂണുകളായിട്ടാണ് ഇങ്ങനെ ഈ റെഡ് വോളണ്ടിയർമാർ കടന്നു പോകുന്നത്. ഇവിടെ റോഡിനപ്പുറം നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ചയുണ്ട്. ആ പോകുന്ന വാഹനങ്ങളെല്ലാം സമ്മേളന നഗരിയിലേക്കുള്ളതാണ്. സമ്മേളന നഗരിയിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ആളുകളാണ്. ആ വാഹനമാണ് അത്ഭുതപ്പെടുത്തുന്നത്. ഇതിനോടകം തന്നെ ആ സമ്മേളന നഗരി നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പമാണ് ഈ കാണുന്ന കണ്ണെത്താ ദൂരത്തോളമുള്ള റെഡ് വാളണ്ടിയർമാർ. ഇതിനും പുറമെ ആ സൈഡിൽ ആ വാഹനങ്ങളിൽ കടന്നു പോകുന്ന നൂറുകണക്കിന് മനുഷ്യർ. ഇതെല്ലാം വിവിധ ഇടങ്ങളിൽ നിന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. എല്ലാം ഈ സമ്മേളന നഗരിയിലേക്ക് തന്നെയാണ്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ, ആ സമ്മേളന നഗരി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ എത്രമാത്രം ആളുകൾക്ക് അതിനുള്ളിലേക്ക് കടക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വോളണ്ടിയർ മാർച്ചിന്റെ ഏറ്റവും പുറകുവശം നമുക്ക് കാണാൻ പോലും കഴിയുന്നില്ല. ആകാശ ദൃശ്യങ്ങളിൽ പോലും അതിന്റെ ഏറ്റവും ദൂരം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് അത്രമാത്രം ആളുകൾ റെഡ് വോളണ്ടിയർമാർ അണിനിരക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. തമിഴ്നാട്ടിലെ പാർട്ടിയുടെ ഒരു വലിയ സംഘടനാ ശക്തി തന്നെ നമുക്ക് അതിൽ നിന്നും അനുഭവിച്ചറിയാൻ വേണ്ടി പറ്റുന്നു. അതാണ് ഇന്നത്തെ ഈ ദിവസത്തിന്റെ ഈ സമയത്തെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രത്യേകതയായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഈ റെഡ് വാളണ്ടിയർ മാർച്ചിനിടയിലൂടെ നടന്നു വന്ന് കുട്ടികളുടെ ബറ്റാലിയന് മുൻപിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിന് പുറകിലോട്ട് ഇങ്ങനെ കിലോമീറ്ററുകളുണ്ട്. ഇനിയും നമുക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്ററിനടുത്ത് വേണം സമ്മേളന നഗരിയിലേക്ക് എത്താൻ എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇനിയും പാതി ദൂരത്തിലധികം ബാക്കി നിൽക്കുന്നു അങ്ങോട്ടേക്ക് കടന്നു പോകാൻ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്ലക്കാർഡുകളിൽ കാണാം. ഇപ്പോൾ പി രാമമൂർത്തി ബറ്റാലിയൻ ആണ് ഇവിടെ ഈ പ്ലക്കാർഡിന് കീഴിൽ നിൽക്കുന്നത്. അതിന് തൊട്ടുപുറകെ തൂക്കുമേടെ തിയാക്കി ബാലു ബറ്റാലിയൻ എന്ന് പറഞ്ഞ മറ്റൊരു പ്ലറ്റൂൺ നമുക്കിവിടെ അണിനിരന്നിങ്ങനെ നിൽക്കുന്നത് കാണാൻ വേണ്ടി കഴിയുന്നു. ഒരു അസാധ്യമായ കാഴ്ചയാണ് കേട്ടോ. കാരണം ഇത്രയധികം ചുവപ്പ് നിറം ഒരു പക്ഷേ ഈ തമിഴ്നാട് ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? ഇന്ന് ഈ നഗരത്തിന്, ഈ നാടിന് ഒരേ ഒരു നിറമേ ഉള്ളൂ, അത് ചുവപ്പ് നിറമാണ് എന്ന് നമുക്കിങ്ങനെ അഭിമാനത്തോടെ പറയാൻ കഴിയും. ഈ ദൃശ്യങ്ങൾ കാണുന്ന ഓരോ മനുഷ്യനും ഇവിടെ വന്നതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നിയാൽ 100 പൂക്കളേ 100 പൂക്കളേ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളേ 100 പൂക്കളേ 100 പൂക്കളേ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളേ 100 പൂക്കളേ 100 പൂക്കളേ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളേ. அடுத்ததாக சத்தியமங்கலம் பகுதியிலுள்ள குறும்பர் சமூகத்தை சார்ந்த மக்கள் ஆடுகின்ற அற்புதமான குறும்பராட்டம் மலையையும் மக்களை ാണ്. അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് അങ്ങോട്ടേക്ക് എത്രത്തോളം നീണ്ടു കിടക്കുന്നോ അതുപോലെ തന്നെയാണ് മറുവശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്ന റെഡ് വാളണ്ടിയർമാരുടെ നിര എന്ന് പറയുന്നതും അത്തരത്തിൽ അക്ഷരാർത്ഥത്തിൽ മധുര നിറഞ്ഞിരിക്കുന്നു. ഓരോ ബറ്റാലിയനുകളെയും നമുക്ക് കാണാം. ഓരോ
രക്തസാക്ഷികളുടെയും പേരിൽ ഓരോ ബറ്റാലിയനുകൾ ഇതാ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം. ഇത് ആളുകൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നടക്കുന്നത്. അതാണ് ഇതിന്റെ അവസാന ഭാഗത്തേക്ക് ചേരാൻ പോകുന്ന മറ്റ് ബറ്റാലിയൻ മറ്റിടങ്ങളിൽ നിന്ന് വന്ന റെഡ് വോളണ്ടിയർമാരെയാണ്. അപ്പോൾ ഒന്ന് നോക്കൂ, എത്രമാത്രം, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, എത്രമാത്രം ആളുകൾ ഇപ്പോൾ ഈ റെഡ് വോളണ്ടിയർ മാർച്ചിൽ മാത്രം പങ്കെടുക്കുന്നുണ്ട് എന്ന്. അവിടെ ഈ ശങ്കരയ്യ നഗർ എന്ന് പറയുന്ന ആ മൈതാനം, അത് യഥാർത്ഥത്തിൽ ഒരു 1,00,000-ലധികം ആളുകളെ അനായാസം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മൈതാനം കൂടിയാണ്. അത്രമാത്രം വലിയൊരു മൈതാനമാണ്. ആ മൈതാനം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ഈ സമയത്ത് എന്നതാണ്. അപ്പോൾ ഈ റെഡ് വോളണ്ടിയർ മാർച്ച് ഭാഗത്തോടെ പോകുന്ന വാഹനങ്ങളിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ആൾക്കാരുമൊക്കെ അങ്ങോട്ടേക്ക് എത്തിച്ചേരുമ്പോൾ ആ ജനസഞ്ചയത്തിന്റെ വ്യാപ്തി ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്രമാത്രമായിരിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജനകീയ പിന്തുണ, ബഹുജന പിന്തുണ, അതിന്റെ ഒരു ശക്തി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. 24-ാം പാർട്ടി കോൺഗ്രസിന് അതിഗംഭീരമായ ഒരു സമാപനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് നമുക്ക് തന്നെ പറയാം. ഏറ്റവും അഭിമാനത്തോടെ മധുര ഈ റെഡ് വോളണ്ടിയർ മാർച്ചുമായി മുന്നോട്ട് പോയി ഈ പാർട്ടി കോൺഗ്രസിനെ ഗംഭീരമാക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ ഞങ്ങളിങ്ങനെ അനുഭവിച്ചറിയുന്നത് തന്നെയാണ്. ഒരുപക്ഷെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്കും അത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതിൻ്റെ ഒരു ആവേശവും അതിൻ്റെ ഒരു ചൂരും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്കും പറയാൻ കഴിയുന്നത്. അടിവെച്ച് കടന്നു വരുന്ന റെഡ് വോളണ്ടിയർമാർ ഇങ്ങനെ നമ്മുടെ മുൻപിൽ ദൃശ്യങ്ങളായി അവരിങ്ങനെ നിൽക്കുകയാണ്. എഴുതിയിരിക്കുന്നത് തമിഴിലായതുകൊണ്ട് മാത്രമാണ് നമുക്കിത് വായിക്കാൻ കഴിയാത്തത്. പക്ഷേ ഏതായാലും ഏറ്റവും ആവേശത്തോടെ തന്നെ അവർ ഇങ്ങനെ കടന്നു വരുന്നു. കുട്ടികളുടെ ഒരു പ്ലറ്റൂൺ ഉണ്ടായിരുന്നു, അതിനുശേഷം എല്ലാ വനിതകളുടെ ബറ്റാലിയൻ നേരത്തെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ ബഹുജനങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റെഡ് വോളണ്ടിയർ മാർച്ച് ഇവിടെ കാണുന്നു. അത്